വർഷങ്ങൾക്ക് ശേഷം ആ അനുഭവം വീണ്ടും ഓർക്കുമ്പോൾ മനസ്സിൽ തെളിയുന്നത് കായലിൻ്റെ നിറങ്ങളാണ്. മിഴിപ്പരപ്പിലെ പച്ചനിറം, മുങ്ങുമ്പോഴുള്ള ചാരനിറം, ഊളിയിട്ട് തുടങ്ങുമ്പോഴുള്ള അരണ്ട മഞ്ഞ നിറം, ശ്വാസം പിടിച്ച് കൂടുതൽ ആഴുമ്പോഴുള്ള ചെങ്കൽ നിറം, അത് കഴിഞ്ഞ് അടിത്തട്ടിൽ തൊട്ടില്ലെന്നാവുമ്പോഴുള്ള പ്രകാശിക്കുന്ന ചുവന്ന നിറം. ഒരേ സമയം ഭയപ്പെടുത്തുന്നതും മോഹിപ്പിക്കുന്നതുമായ ഒരു കാഴ്ചയായിരുന്നു അത്. കണ്ണുകൾ അടച്ചു തുറന്ന് ശ്വാസം ഒന്നുകൂടി പിടിച്ചു നിർത്തി നോക്കിയപ്പോൾ ഞാൻ ഞെട്ടി. അടിത്തട്ടിലെ ചുവന്ന ചെളിയിൽ ഒരാൾ കൈകൾ നിവർത്തിവെച്ച് എന്നെ ഉറ്റുനോക്കി അലസമായി നീണ്ടു നിവർന്ന് കിടന്നിരുന്നു. തുറന്ന കണ്ണുകളും നിറഞ്ഞ നോട്ടവും. ഞാൻ ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങി. വായിൽ വെള്ളം കയറി ശ്വാസം മുട്ടി. അതിൻ്റെ ആഘാതത്തിൽ ഞാൻ ഒരു പരൽ മീനിനെ പോലെ അടിത്തട്ടിൽ വട്ടം കറങ്ങി. ശ്വാസകോശങ്ങളിൽ വെള്ളം നിറഞ്ഞ് എനിക്ക് ബോധം മറഞ്ഞു. കണ്ണടയുന്നതിന് മുമ്പ് ഞാൻ അയാളുടെ മുഖത്ത് ഒന്നുകൂടി നോക്കി. വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് അയാളുടെ മുഖം ചീർത്ത് വെളുത്തിരുന്നു. അയാളുടെ ശരീരം പിന്നിൽ നിന്ന് ഒരു വിളക്ക് കത്തിച്ചു വെച്ചതുപോലെ പ്രകാശിച്ചു കൊണ്ടിരുന്നു. ഒരു നിമിഷം അതെൻ്റെ മോഹക്കാഴ്ചയാണെന്ന് തോന്നി, ഒരു നിമിഷം അല്ലെന്നും. അയാളുടെ വയറ്റിൽ നിന്ന് 1000 കരിമീനുകൾ പലവഴി പാഞ്ഞു. അതൊരു ജഡമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. വെള്ളത്തിനടിയിലെ ചുവന്ന ചെടിയുടെയും പായൽ തഴച്ചു കൊഴുത്ത പച്ച നിറത്തിൻ്റെയും വല്ലാത്ത വെളിച്ചത്തിൽ എനിക്ക് ശ്വാസം മുട്ടി. എൻ്റെ തലച്ചോറിൽ ഇരുട്ട് നിറഞ്ഞു. എൻ്റെ കണ്ണുകൾ അടഞ്ഞു. എൻ്റെ ഓർമ്മ കരയിൽ പിടിച്ചിട്ട പരൽമീനിനെ പോലെ ചെകിള പടപടാ തുറന്നടിച്ച് നിശ്ചലമായി. കണ്ണു തുറക്കുമ്പോൾ മുതല യൂദാസിൻ്റെ കുടിലിൽ അയാളുടെ കട്ടിൽ കാലിൽ നനച്ചു വിരിച്ച ഒരു പാവാട പോലെ തൂങ്ങിക്കിടക്കുകയായിരുന്നു ഞാൻ. എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ തല കട്ടിലിൽ നിന്ന് താഴേക്ക് തൂങ്ങി. പെറ്റിക്കോട്ടിൽ കുടുങ്ങിയ വെള്ളവും അതിൽ നിന്ന് ജീവനുള്ള ഒരു പരൽമീനും പുറത്തു ചാടി. അയാളുടെ മണ്ണിലത്ത് ആ പരൽമീൻ പിടഞ്ഞു. ഞാൻ കുഴഞ്ഞ കണ്ണുകൾ കൊണ്ട് അതിനെ നോക്കി. മുതല യൂദാസ് അതിനെ കയ്യിലെടുത്ത് പുറത്തേക്ക് നീട്ടി വലിച്ചെറിഞ്ഞു. അത് കായലിൽ ചെന്ന് വീണപ്പോൾ ഞാൻ പുഞ്ചിരിച്ചു. വിപ്ലവം ജയിക്കട്ടെ എന്ന് മന്ത്രിച്ചു. മുതല യൂദാസ് ഒന്ന് ഞെട്ടി. തലകീഴായി കിടന്ന് ഞാൻ അയാളെ നോക്കി. അയാളും നനഞ്ഞൊലിക്കുകയായിരുന്നു. അയാൾക്ക് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഇതുവരെ കണ്ടിട്ടുള്ള മനുഷ്യരെ പോലെ ആയിരുന്നില്ല അയാൾ. ഞാൻ സാവധാനം എഴുന്നേറ്റിരുന്ന് ഒരിക്കൽ കൂടി പുഞ്ചിരിച്ചു. വിപ്ലവം ജയിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി മന്ത്രിച്ചു. എന്താ പറഞ്ഞത്? അയാൾ അമ്പരപ്പോടെ നോക്കി. സ്വയം മറന്നതുപോലെ അയാൾ വിറച്ചു. അടുത്തു വന്നിരുന്ന് എൻ്റെ മുഖം പിടിച്ചുയർത്തി. അടിത്തട്ടിൽ ചുവന്ന ചെളിയടിഞ്ഞ 2 കായലുകൾ പോലെയുള്ള കലങ്ങിയ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ, ഞാൻ പറഞ്ഞു. അയാൾ ഞെട്ടലോടെ എന്നെ നോക്കി. നിനക്കെത്ര വയസ്സായി? അയാൾ അന്വേഷിച്ചു. ഫാസിസം തുലയട്ടെ, ഞാൻ വീണ്ടും പറഞ്ഞു. അയാളുടെ ഞെട്ടൽ കണ്ട് വീണ്ടും എനിക്ക് ചിരി വന്നു. ഞാൻ സ്വാതന്ത്ര്യത്തോടെ അയാളുടെ നെഞ്ചിലേക്ക് ചാരി. അയാൾ കുളിർന്നു വിറച്ചു. വീട്ടിൽ പോകൂ, അയാൾ യാചിച്ചു. ഉമ്മ വയ്ക്കൂ, ഞാൻ ആജ്ഞാപിച്ചു. അയാൾ എന്നെ ഭീതിയോടെ നോക്കി. എനിക്ക് ആ തളർച്ചയിലും ചിരി പൊട്ടി. നിങ്ങൾ പെണ്ണുങ്ങളെ ഉമ്മ വയ്ക്കാൻ കുട്ടികളെ പഠിപ്പിക്കുന്നയാളല്ലേ? പക്ഷേ ഞാനിതുവരെ... അയാൾ ലജ്ജിച്ച് ചുവന്നു. എനിക്ക് തമാശ തോന്നി. എൻ്റെ ഇരട്ടി പ്രായമുണ്ടായിരുന്നു അയാൾക്ക്. അയാൾ പരവശനാകുന്നത് ഞാൻ കൗതുകത്തോടെ കണ്ടു. ഞാൻ ചങ്കൂറ്റത്തോടെ എഴുന്നേറ്റ് നിന്നു. എൻ്റെ നെറുക മുതൽ വെള്ളം ഒലിക്കുന്നുണ്ടായിരുന്നു. അയാളും നനഞ്ഞൊലിക്കുകയായിരുന്നു. അയാളുടെ മുഖത്തെ ഭീതി നിറഞ്ഞ നോട്ടം കണ്ടപ്പോൾ എനിക്ക് ധൈര്യം വർദ്ധിച്ചു. ഭയവും ആക്രമണവും വിപ്ലവവും വിജയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. എന്തോ ഒന്നുണ്ട്. കായലിൻ്റെ അടിത്തട്ടിൽ പുതഞ്ഞു കിടക്കുന്നതെന്തോ എല്ലാവരുടെയും മനസ്സിലുണ്ട്. കല്ലു കെട്ടി താഴ്ത്തിയത്. ഞാൻ അയാളുടെ നെഞ്ചിൽ തലചായ്ച്ചു നിന്നു. എൻ്റെയും അയാളുടെയും ശരീരത്തിൽ നിന്ന് കായലിലെ വെള്ളം ഇടകലർന്നൊഴുകി. ഒളിച്ചിരിക്കുന്ന മീനുകളുടെ നിശ്വാസങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലെന്നതുപോലെ എൻ്റെയും അയാളുടെയും കൈകളിൽ കോരിത്തിരിപ്പ് വരുന്നത് ഞാൻ പാതിയടഞ്ഞ കണ്ണുകൾ കൊണ്ട് കണ്ടു. ആ നേരത്തെപ്പോഴോ ബാലു അവിടെ വന്നു. യൂദാസോ ഞാനോ അതറിഞ്ഞില്ല. വീട്ടിൽ പോകൂ, അയാൾ യാചന ആവർത്തിച്ചു. എന്നെ തുടരുത്, എന്നെ സ്നേഹിക്കരുത്. പ്രേമേ, നിനക്കെന്നെ അറിഞ്ഞുകൂടാ. നിങ്ങൾ എൻ്റെ നക്സലൈറ്റാണ്. എന്നെ രക്ഷിക്കൂ. നമുക്ക് എവിടേക്കെങ്കിലും പോകാം. പുൽപ്പള്ളിയിലേക്ക്, അല്ലെങ്കിൽ ആന്ധ്രയിലേക്ക്, അതുമല്ലെങ്കിൽ ബംഗാളിലേക്ക്. ഞാനും യാചിച്ചു. അയാൾ എന്നെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. ഞാൻ അയാളെ മുറുകെ പിടിച്ചു. നമുക്ക് ഒളിച്ചോടാം. ലോകത്തിന് നമ്മളെ ആവശ്യമുണ്ട്. നമ്മുടെ സ്നേഹം, നമ്മുടെ ത്യാഗം, നമ്മുടെ രക്തം. ഞാൻ പാപിയാണ്. എന്നെ സ്നേഹിക്കരുത്. ഞാൻ സ്നേഹിക്കും, ഇനിയും സ്നേഹിക്കും. നിങ്ങൾ എൻ്റെ നക്സലൈറ്റാണ്. അയാൾ ഒരു തേങ്ങലോടെ എന്നെ തള്ളി മാറ്റി. എങ്കിലും അയാളുടെ നെഞ്ചിലെ ചൂട് എൻ്റെ നെഞ്ചിൽ തങ്ങി നിന്നു. അയാളോട് എനിക്ക് മത്സ്യത്തിന് ജലത്തിനോടെന്ന് തോന്നുന്ന വ്യഗ്രത തോന്നി. കായലും ജലവും കണ്ണീരും കൊണ്ട് നനഞ്ഞ അയാളുടെ മുഖം ഞാൻ എൻ്റെ കൈവെള്ളയിലെടുത്തു.
എൻ്റെ കയ്യിൽ ചോരയുണ്ട്. എത്രയോ ശവങ്ങൾ തൊട്ട കൈയാണിത്. അയാൾ ശ്വാസം മുട്ടുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ചോരയെക്കുറിച്ചും ശവങ്ങളെക്കുറിച്ചും പറഞ്ഞ് എന്നെ പേടിപ്പിക്കരുത്. നീ ചെറിയ കുട്ടിയാണ്. ഞാൻ നിങ്ങളെക്കാൾ മുതിർന്നവളാണ്. ഞാൻ വീണ്ടും ചിരിച്ചു. അയാളുടെ കവിളിൽ എന്നെക്കൊണ്ട് കഴിയുന്ന ഏറ്റവും സൗമ്യമായ ചുംബനം അർപ്പിച്ചു. പിന്നീട് നനഞ്ഞ ചെമ്പൻ മുടി ഒതുക്കി താടിയിൽ തഴുകി. നിറഞ്ഞ കണ്ണുകളോടെ ഞാൻ അയാളിൽ നിന്ന് അകന്നുമാറി. ഞാൻ ഇനിയും വരും, ഞാൻ പ്രഖ്യാപിച്ചു. പിന്നീട് ഞങ്ങളുടെ ആലിംഗനത്തിന്റെ ഊഷ്മാവിൽ ഉണങ്ങിയ പാവാടയും നീളൻ ജാക്കറ്റും കുടഞ്ഞു നേരെയാക്കി. നനഞ്ഞുപോയ മെടഞ്ഞിട്ട മുടി അഴിച്ചു വിടർത്തിയിട്ട് ഇത്തിരി കോളാമ്പികൾ ഉയർത്തിപ്പിടിച്ച മുക്കൂറ്റികൾക്കും ഇലകളിൽ പശ തേച്ച് ഉറുമ്പുകളെ വശീകരിക്കുന്ന ഡ്രൊസീറകൾക്കും മേൽ വെള്ളം തെറിപ്പിച്ച് ഞാൻ വീട്ടിലേക്ക് നടന്നു. വെയിൽ ചാഞ്ഞു തുടങ്ങിയിരുന്നു. അക്കരെ കുന്നിൽ വൈകിട്ടത്തെ കാറ്റിന്റെ കിന്നാരം കേട്ടു തുടങ്ങിയിരിക്കുന്നു. അലക്കാനും അടിച്ചു കുളിക്കാനുമായി പെണ്ണുങ്ങൾ കയ്യിൽ തുണിക്കെട്ടുകളുമായി ചെരുവിറങ്ങി വന്നു. കലമ്പൊട്ടികളുടെ മിറവിലൂടെ ചെരുവിലേക്ക് കയറുന്നെടുത്ത് വന്നപ്പോൾ ഞാൻ നിന്നു. നിറയെ തെച്ചിപ്പഴങ്ങളുള്ള കുറ്റിക്കാടിന് നടുവിൽ പവിഴപ്പുറ്റുപോലെ തോന്നിക്കുന്ന ഇരുണ്ട വെട്ടുകല്ലിൽ ബാലു ഇരിപ്പുണ്ടായിരുന്നു. അവൻ എന്നെ വഞ്ചിക്കപ്പെട്ടവൻ്റെ കണ്ണുകളോട് നോക്കി. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഞാൻ ചെരുവിലൂടെ മുകളിലേക്ക് കയറി. പ്രേമേ, ഞാൻ മരിക്കും, അവൻ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു. ഞാൻ തിരിഞ്ഞു അവനെ നോക്കി. മരിച്ചോളൂ, ഞാൻ കൂസലില്ലാതെ പറഞ്ഞു. അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ എന്നെ ചിരിപ്പിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കാതെ കായലിൽ നിന്ന് വീട്ടിലേക്ക് കുത്തനെയുള്ള കയറ്റം ഓടിക്കയറി. ബാലുവിനെ അന്നു കാണാതെയായി. പിറ്റേന്നാണ് അവൻ്റെ ശവം പൊന്തിയത്. അത് കരക്കടിപ്പിച്ചപ്പോഴാണ് അച്ഛൻ യൂദാസിനെ തിരിച്ചറിഞ്ഞത്. ഗ്രാമത്തിലുള്ളവർ യൂദാസിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. എൻ്റെ നെഞ്ചിൽ കായൽ വെള്ളത്തിൻ്റെ തണുപ്പും രക്തത്തിൻ്റെ ചൂടും കലർന്ന ഒരോർമ്മ എന്നേക്കുമായി അവശേഷിപ്പിച്ചുകൊണ്ടാണ് യൂദാസ് ഗ്രാമം വിട്ടു പോയത്. വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നത് ഒരു കാര്യത്തിൽ മാത്രമാണ്. അന്ന് ഞാൻ കായലിൽ കണ്ട ആ ശവം അതൊരിക്കലും പൊന്തി വന്നില്ല. പന്ന കഴിവറുടെ മോളെ എന്ന് ഗർജിക്കാതെയും ചന്ദനത്തിരികൾ കത്തിച്ചു വെക്കാതെയും അച്ഛന് ചെറുപ്പത്തിൽ തൻ്റെ വീരകഥകൾ അയവിറക്കാൻ കഴിഞ്ഞിരുന്നില്ല. കക്കയം ക്യാമ്പ് നിർത്തലാക്കിയതിൽ സങ്കടപ്പെട്ടാണ് അച്ഛൻ ജോലി കളഞ്ഞത്. അത്തരമൊരു ക്യാമ്പിൽ ജോലി ചെയ്ത ശേഷം ഇനി സാധാരണ പോലീസ് സ്റ്റേഷനുകളിൽ സാധാരണ കോൺസ്റ്റബിളായി ജോലി ചെയ്യുന്നത് കടുവ പൂച്ചയായി തീരുന്നതുപോലെ നികൃഷ്ടമാണെന്ന് അച്ഛൻ കരുതിയിരുന്നു. ജോലി കളഞ്ഞു തിരിച്ചുവന്ന കാലത്ത് അച്ഛൻ രാപ്പകൽ മദ്യപിച്ചുകൊണ്ടിരുന്നു. കക്കയം ക്യാമ്പ് ഓഫീസിന് പിന്നിൽ ഞങ്ങൾ മദ്യപിച്ചുപേക്ഷിച്ച കുപ്പികൾ ഈപ്പൻ കുന്നിനോളം വലിയൊരു കുന്നുണ്ടാക്കിയെന്ന് അച്ഛൻ ഇടയ്ക്കിടെ വീരവാദം പറഞ്ഞു. ക്യാമ്പിനുള്ളിൽ ഉരുട്ടലിനു ശേഷം ചീഞ്ഞ മനുഷ്യമാംസത്തിന്റെ ഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. അതു മറയ്ക്കാനാണ് ചന്ദനത്തിരികൾ കത്തിച്ചിരുന്നത്. ചന്ദനത്തിരികളുടെ ഗന്ധം അച്ഛനെ ഉന്മേഷഭരിതനാക്കി. എനിക്ക് പക്ഷേ അത് ദുസ്സഹമായിരുന്നു. ചന്ദനത്തിരികൾ മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും അധികാര പ്രേമത്തതയെ വിളംബരം ചെയ്തു. കരുണയ്ക്ക് വേണ്ടി കരയുന്നവരില്ലെങ്കിൽ മനുഷ്യനും ദൈവത്തിനും അപ്രമാദിത്വത്തിൻ്റെ ആനന്ദമില്ല. ഞങ്ങളുടെ ഫ്യൂഡൽ നാലുകെട്ടിൻ്റെ അകത്തെ ഇരുട്ടുമുറികളിൽ പച്ച വിറകുകൾ കത്തിച്ചാലെന്ന വിധം ഉമ്മറത്തെപ്പോഴും പുക നിറഞ്ഞിരുന്നു. ചന്ദനത്തിരികൾക്കിടയിൽ ബീഡി പുകയ്ക്കു പിന്നിൽ കല്ലു കെട്ടി തൂക്കിയതുപോലെ താഴേക്കു ഞാന്ന ഉരുണ്ട കണ്ണുകളുമായി അച്ഛൻ ചാരുകസേരയിൽ ചാരിക്കിടന്നു. പോലീസ് എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ശരീരത്തിൽ ആവേശത്തിൻ്റെ വിറ കയറി. കാക്കിയെന്നു പറഞ്ഞാൽ അമ്മയുടെയോ എൻ്റെയുടെയോ മുടിക്കുത്തിൽ പിടിച്ചുലച്ചുകൊണ്ട് അച്ഛൻ ഗർജിച്ചു. പന്ന കഴിവറുടെ മോളെ, നിനക്കറിയില്ലേ, അത് വെറും തുണിയല്ല, ഒരു വികാരമാണ്, ഒരവസ്ഥയാണ്, ഒരു പ്രത്യയ ശാസ്ത്രമാണ്, ഒരു വിശ്വാസ പ്രമാണമാണ്. പോലീസിനെ കുറിച്ച് നീ എന്തു കരുതി? അച്ഛൻ മീശ പിരിച്ച് കണ്ണുരുട്ടി. ഞങ്ങൾ വിചാരിച്ചാൽ എന്തും സാധിക്കും. കക്കയം നീ കണ്ടിട്ടുണ്ടോ? ഒരു ഓണം കേറാ മൂല, മലം പ്രദേശം. എന്നിട്ടോ രായ്ക്കു രാമാനം അവിടെ ഞങ്ങൾ മാറ്റിമറിച്ചത് അറിയാമോ? ഹോ, വയർലെസ്സിന് വയർലെസ്, ടെലസ്കോപ്പിന് ടെലസ്കോപ്പ്, പിന്നെ പോലീസ് പട്ടി. അതൊരു ഉത്സവമായിരുന്നടി, ഉത്സവം. 8-10 വയസ്സുള്ളപ്പോൾ തന്നെ അങ്ങനെ എനിക്കത് മുഴുവൻ മനപ്പാടമായി. കക്കയത്തെ ആദ്യത്തെ ക്യാമ്പിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നെന്നടി? അച്ഛൻ എന്നെ ഇപ്പോൾ കൊല്ലുമെന്ന മട്ടിൽ എൻ്റെ കഴുത്തിന് ചുറ്റിപ്പിടിച്ച് ഗർജിക്കും. കുറ്റിയ, ഞാൻ വിറയലോടെ പറയും. ചീ പന്ന കഴിവറുടെ മോളെ, എത്ര തവണ പറഞ്ഞു തന്നടി. എടി, ആദ്യത്തെ ക്യാമ്പ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ, ക്യാമ്പ് ആദ്യം സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബ്ബിൽ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളത് കുറച്ചുകൂടെ അങ്ങോട്ട് മാറ്റി. അച്ഛൻ ഒരു ഗ്ലാസ് കൂടി വലിച്ചു കുടിച്ച് തലയിൽ കെട്ട് ഒന്നുകൂടി ചുറ്റിക്കെട്ടി തുടയൊന്ന് ചൊറിഞ്ഞ് ചന്ദനത്തിരികളുടെ പുകയും ഗന്ധവും നിറഞ്ഞ മുറിയിൽ ആവേശത്തോടെ ചുറ്റി നടക്കും. അങ്ങനെ നടന്നുകൊണ്ട് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൻ്റെ പ്രകൃതി വർണ്ണന ആരംഭിക്കും. കക്കയം ഡാമിൻ്റെ ഭീകരമായ വിജനത, അതിന് കാവൽ നിൽക്കുന്ന കൂറ്റൻ കാണിപ്പാറ മല, അതിൻ്റെ ഏകാന്തതയും ഭീകരതയും. എടി പന്ന കഴിവറുടെ മോളെ, നിനക്കറിയാമോ, ഒരുത്തനെ കുനിച്ചു നിർത്തി മുതുകിട്ടിടിച്ചാൽ ആ മുഴക്കം അങ്ങ് കാണിപ്പാറ മലയെന്ന് തിരിച്ചു വരും. പിന്നെ പവർ ഹൗസിൻ്റെ ഒച്ച.
ഹോ, അതൊരു കാലം. കുളിരു കോരുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം. രാത്രിയാകുമ്പോൾ ചീവീടിൻ്റെ ഒരുതരം വല്ലാത്ത കരച്ചിൽ. മുഴക്കത്തോടെ വീശുന്ന കാറ്റ്. ഹോ, അച്ഛൻ കണ്ണു തുടയ്ക്കും. അതായിരുന്നു പോലീസ്, അതായിരുന്നു കാക്കി, അതായിരുന്നു സുവർണകാലം. എവിടെ നിന്നാടി ഉലക്ക കൊണ്ടുവന്നത്? അച്ഛൻ വീണ്ടും എൻ്റെ തൊണ്ടയിൽ കുത്തിപ്പിടിക്കും. തോമാ. ഇനിഷ്യൽ പറയടി. PJ തോമാ. ഞാൻ തത്തേപോലെ പറയും. പവർ ഹൗസിന് അടുത്ത് താമസിച്ചിരുന്ന ജീവനക്കാരൻ. ഉലക്ക അയാളുടെ വീട്ടിൽ നിന്നായിരുന്നു. IBയുടെ 1 കിലോമീറ്റർ കിഴക്കായിരുന്നു ക്യാമ്പ്. അതൊരു പഴയ വർക്ക്ഷോപ്പായിരുന്നു. അതിനു ചുറ്റും കൂടാരങ്ങളുണ്ടായിരുന്നു. കെട്ടിടത്തിനു ചുറ്റും തോക്കേന്തിയ പോലീസുകാർ കാവൽ നിന്നിരുന്നു. പടിഞ്ഞാറേ കെട്ടിടത്തിൻ്റെ നടുക്കുള്ള വാതിൽ തുറന്നാൽ വിശാലമായ ഒരു മുറിയുണ്ട്. അവിടെയാണ് പരമേശ്വരൻ സാറും മറ്റു ഏമാന്മാരും ഇരുന്നിരുന്നത്. IBയിൽ നിന്ന് കൊണ്ടുവന്ന ഫാനാണ് അവർക്ക് വേണ്ടി നിർത്താതെ കറങ്ങിയിരുന്നത്. ഞങ്ങളുടെ ക്യാമ്പിലെ പോലീസ് പട്ടിയുടെ പേരെന്തായിരുന്നടി? ശാന്തി. ഒരു ചോദ്യത്തിനെങ്കിലും ശരിയായ ഉത്തരം പറഞ്ഞതിൻ്റെ ആശ്വാസത്തിൽ അച്ഛൻ എന്നെ വെറുതെ വിടും. നിനക്ക് ശാന്തി എന്ന് പേരിട്ടാൽ മതിയായിരുന്നു. അതെനിക്ക് പിന്നെയാ തോന്നിയത്. ഓ, നീ ശാന്തിയെ കണ്ടിട്ടില്ലല്ലോ. അവളായിരുന്നു പട്ടി. ഞാൻ ഉറക്കച്ചടവുള്ള കണ്ണുകൾ തിരുമ്മി അച്ഛനെ പകയോടെ നോക്കും. അനിയന്മാർ 2 പേരും പകുതി ഉറങ്ങിക്കഴിഞ്ഞിരിക്കും. ആ നേരത്ത് അമ്മ കോട്ടുവായിട്ട് ഉറക്കച്ചടവോടെ പല്ല് ഞെരിച്ച് അച്ഛനെ ശബ്ദമില്ലാതെ പ്രാകുമ്പോൾ വേദനയും ശോഭവും അതിജീവിക്കാൻ ഞാൻ മനസ്സിൽ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണം ഒരിക്കൽ കൂടി നടത്തും. K. വേണുവിൻ്റെ നേതൃത്വത്തിൽ 13 പേർക്കൊപ്പം ഞാനും, മുടി 2ആയി മെടഞ്ഞിട്ട നീളൻ പാവാടയും പഫ് വെച്ച കൈയുള്ള ബ്ലൗസുമിട്ട ഈ ഞാനും, എന്തും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ക്യാപ്റ്റനോട് ആവർത്തിക്കും. എനിക്കൊന്നിനെയും പേടിയില്ല. ഈ ശരീരം, ഇത് ഞാൻ ലോകത്തിന് സമർപ്പിക്കുന്നു. ഈ മനസ്സ്, ഇത് ഞാൻ മാനവരാശിക്ക് സമർപ്പിക്കുന്നു. ഞാൻ നിരാശപ്പെടും. സഹാവിന് കുറച്ചുകൂടി ആയുധങ്ങൾ കരുതാമായിരുന്നു. 1 2 നാടൻ തോക്കുകൾ എല്ലാവർക്കും കൊടുക്കാമായിരുന്നു. മണ്ണെണ്ണ വിളക്ക് തട്ടിയിടുമ്പോൾ കുറച്ചുകൂടി സൂക്ഷിക്കണമായിരുന്നു. തീ ആളിപ്പടർന്നപ്പോൾ അതിനുമേലെ വീണ് ശരീരം കൊണ്ട് അത് കെടുത്താമായിരുന്നു. ഈ ദുഷിച്ച ലോകത്തിന് ഇരുട്ടുകൊണ്ട് തന്നെ മറുപടി നൽകാമായിരുന്നു. എൻ്റെ മനസ്സിലെ തയ്യാറെടുപ്പുകളെപ്പറ്റി ധാരണയില്ലാതെ അച്ഛൻ അപ്പോഴും വീരവാദം തുടരും. ജോലി ചെയ്യുന്നെങ്കിൽ പോലീസിൽ ചെയ്യണം. ആളുകളെ ഇടിക്കണം, ഉരുട്ടണം. ഹോ, ഉരുട്ടൽ, അതാണ് ജോലി. അതും പരമേശ്വരൻ സാറിനെയും എന്നെയും പോലെയുള്ള ആണുങ്ങൾക്കേ അത് ചെയ്യാൻ പറ്റൂ. ഉരുട്ടുന്നത് ഗോതമ്പ് മാവല്ല, ശരീരമാ, മനുഷ്യ ശരീരം. ശരീരം എന്ന് പറയുന്നത് കുറച്ച് തൊലി, മാംസം, പിന്നെ എല്ല്. എടി പന്ന കഴിവരുടെ മോളെ, എത്ര ആണുങ്ങളുടെ എല്ലൂരിയത ഈ കയ്യെന്ന് നിനക്കറിയാമോ? ഉരുട്ടുമ്പോൾ ആണത്വം ഇളകി വരും. അച്ഛൻ ഭീകരമായി അട്ടഹസിച്ചു. ആണുങ്ങൾ കരയും, വേദനിക്കുമ്പോൾ വിയർക്കും. വേദനിക്കുന്നവരും വിയർക്കും, വേദനിപ്പിക്കുന്നവരും വിയർക്കും. വേദന കൂടുന്തോറും വിയർപ്പിന് കട്ടി കൂടും. ഉപ്പ്, വിയർപ്പിൻ്റെ ഉപ്പ്, അതിങ്ങനെ തറയിലും ശരീരത്തിലും ഉണങ്ങി മുരിഞ്ഞിരിക്കും. തൊലി ഇളകി വരും, ചോര ചാടും, മാംസം പൊളിഞ്ഞു തൂങ്ങും. അത്രയും ആകുമ്പോൾ അവന്മാർ എന്തുമനുസരിക്കും? അച്ഛൻ കൊമ്പൻ മീശ ചുരുട്ടി എൻ്റെ നേരെ കണ്ണുരുട്ടി. നിനക്കൊക്കെ എന്തറിയാം? അവന്മാർ കുടിച്ച അമ്മിഞ്ഞ പാലുപോലും ഞാൻ ഛർദ്ദിപ്പിച്ചു. വളരെ കാലത്തിനു ശേഷം യൂദാസിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് അയാളോട് തോന്നിയ അനുരാഗത്തിൻ്റെയും ആരാധനയുടെയും അടിസ്ഥാനം അച്ഛൻ്റെ ഈ വർണ്ണനകളായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടിച്ചമർത്തപ്പെടുന്നവനെ ആക്രമിച്ചവൻ്റെ ഹൃദയവിശുദ്ധി അറിയാൻ കഴിയൂ. എങ്കിലും അയാൾ ആരായിരുന്നു? അച്ഛൻ്റെ വർണ്ണനകളിൽ ദാസ് എന്നയാൾ കടന്നു വന്നിരുന്നില്ല. അത് ദാസ് അല്ലേടാ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ചുറ്റും നിന്നവർ യൂദാസിനെ തുറച്ചു നോക്കി. ഏതു ദാസ് എന്ന് ആരോ ചോദിച്ചു. ഇവനല്ലേ ദാസ്, 14ാമത്തെ വിപ്ലവകാരി എന്ന് അച്ഛൻ വെട്ടിവിറച്ചുകൊണ്ട് ചോദിച്ചു. വർഷങ്ങളായുള്ള മദ്യപാനവും രോഗവും മൂലം അച്ഛൻ അസ്ഥികൂടം പോലെ ആയി തീർന്നിരുന്നു. കരിമൂടിക്കിടന്ന കനലുകൾ ഇളക്കിയാൽ എന്നതുപോലെ യൂദാസ് ക്ഷുഭിതനായി. കഞ്ചാവിൻ്റെ പുക വായിലും മൂക്കിലും കൂടി വമിച്ചു. ഞാൻ ദാസ് അല്ല. അയാൾ അച്ഛൻ്റെ നേർക്കു ചാടി. ഞാൻ യൂദാസ് ആണ്. യൂദാസ്, ഒറ്റിക്കൊടുത്തവൻ, അത്യുൽപ്പത്തിൽ വിശ്വസ്തനായവൻ, അധികത്തിലും വിശ്വസ്തൻ. അയാൾ അച്ഛൻ്റെ വിറയ്ക്കുന്ന അസ്ഥികൂടം പോലെയുള്ള ശരീരം പിടിച്ചുലച്ചു. അത്യുൽപ്പത്തിൽ ഭീരു ആയവൻ, അധികാരത്തിലും ഭീരു. യൂദാസ് അച്ഛനെ പിടിച്ചുലച്ചു കൊന്നുകളയുമെന്ന് എനിക്ക് തോന്നി. അച്ഛൻ്റെ ദുർബലമായ ശരീരം അയാൾ കായലിലേക്ക് വലിച്ചെറിയുമെന്ന് ഞാൻ ഒരു നിമിഷം പ്രത്യാശിച്ചു.